മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ലാർജ് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റെപ്പിൽ കാര്യമായ മിസ്റ്റേക്സ് വരുത്തി എന്നാണ് അർത്ഥം. സോ ഡെഫിനറ്റ്ലി യു വിൽ ലൂസ് മാർക്സ് ദർ. അങ്ങനെ വേരിയേഷൻ വരാൻ പാടില്ല. ബട്ട് ഡെസിമൽ പ്ലേസസിലെ വേരിയേഷൻസ് ഇറ്റ്സ് അക്സെപ്റ്റബിൾ. അണ്ടർസ്റ്റുഡ്? ഓക്കെ സർ. Okay, fine. Now let us move into acceleration analysis. Acceleration analysis. So ഇതുവരെ നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാംസ്, അതിനുശേഷം ഫൈൻഡിങ് ഔട്ട് ഇനീഷ്യൽ വാല്യൂസ് ഓഫ് വെലോസിറ്റീസ്, ദെൻ ഡ്രോയിങ് ദ വെലോസിറ്റി ട്രയാങ്കിൾ അല്ലെങ്കിൽ വെലോസിറ്റി ഡയഗ്രാംസ്, ഇതൊക്കെയാണ് നോക്കിയത്. ഈ നോക്കിയ ന്യൂമറിക്കൽസ് ഈ പ്രൊസീജിയറും സ്റ്റെപ്സും ഹൗ ആർ വി അപ്ലൈയിങ് ദ തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ്, വെക്ടോറിയൽ അപ്രോച്ച്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു എക്സാമ്പിൾസ് ചെയ്തത്. ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾ നമ്മൾ ചെയ്തത് ആകെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡിലായിരുന്നു, ആ 6 ലിങ്ക് മെക്കാനിസം. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ന്യൂമറിക്കൽസ് നോക്കണം. ഫോർ ദ ടൈം ബീങ് നമുക്ക് ടോപ്പിക്സ് എടുത്തെടുത്ത് പോവാം, കൺസെപ്റ്റ്സ് മനസ്സിലാക്കാം വിത്ത് സിമ്പിൾ ന്യൂമറിക്കൽസ്. അതിനുശേഷം കോംപ്ലിക്കേറ്റഡിലേക്ക് നമുക്ക് പോവാം. സോ വെലോസിറ്റി അനാലിസിന് ശേഷമാണ് വി ആർ ജമ്പിങ് ഇൻ ടു ആക്സിലറേഷൻ അനാലിസിസ്. ഞാൻ പറഞ്ഞു വെലോസിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഇന്നത്തെ ചോദ്യം പോലെ നിങ്ങളോട് വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ, അത് ലെറ്റ് ഇറ്റ് ബി ആംഗുലർ ഓർ ലീനിയർ വെലോസിറ്റീസ് അല്ലെങ്കിൽ റബ്ബിംഗ് വെലോസിറ്റി, അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചുകൊണ്ട് ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. 10 മാർക്സ് ക്വസ്റ്റ്യൻ വരുന്നത് മോസ്റ്റ്ലി ആക്സിലറേഷൻ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് ഉണ്ടാവുക. ആക്സിലറേഷൻ കൂടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലാണ് നിങ്ങൾക്ക് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരിക. സോ ആക്സിലറേഷൻ അനാലിസിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ഈ കൺസെപ്റ്റ് വളരെ നിർബന്ധമാണ്. കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആക്സിലറേഷൻ വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ആക്സിലറേഷൻ ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്ത് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. സോ കൺസെപ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഏത് പോയിന്റിലാണ് ഡൗട്ട് വരുന്നത്, ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് മീ ആൻഡ് ആസ്ക്. ഓക്കെ, ഇമാജിൻ നമുക്കൊരു സാധാരണ ഒരു മെക്കാനിസം എടുത്തിട്ട് അതിന്റെ എക്സാമ്പിൾ നോക്കിക്കൊണ്ട് പോവാം. ലെറ്റ് ദിസ് ബി എ ബി or let it be O A B C. ഇതൊരു 4 ബാർ മെക്കാനിസം ആണ്. ഓക്കെ, ഈ 4 ബാർ മെക്കാനിസത്തിൽ OA ഇൻപുട്ട് ലിങ്ക് ആണ്. ഓക്കെ, BC is the output link. Now input link OA, let it have an angular velocity of omega AO. ഒരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട് വിചാരിക്കും, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ആംഗുലാർ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഡെഫിനറ്റ്ലി ദിസ് ഈസ് റൊട്ടേറ്റിംഗ്. ഒരു ക്രാങ്ക് റോക്കർ മെക്കാനിസം എനിക്ക് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ലിങ്കിന് ഡെഫിനറ്റ്ലി there will be what? ഇവിടെ വെലോസിറ്റീസ് അല്ലെ, വെലോസിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു the fixed center O ആണ്. ഓന് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ about O there will be velocities. So point A ന്റെ velocity vector എങ്ങനെയായിരിക്കും? perpendicular to this link. ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് this will be velocity of AO അല്ലെ, VAO എന്ന് പറഞ്ഞ വെക്ടർ ആണ് velocity vector. Now ഇത് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് if this velocity is varying എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ AO കോൺസ്റ്റന്റ് അല്ല. ഇപ്പൊ ഈ ഒരു സെക്കൻഡിൽ ഇത് 10 റേഡിയൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിൽ ലെറ്റ് ഇറ്റ് ബി 10.5 റേഡിയൻസ് പെർ സെക്കൻഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ലെറ്റ് ദാറ്റ് ബി 15 റേഡിയൻസ് പെർ സെക്കൻഡ്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതൊരു 40 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അടുത്ത ഒരു മണിക്കൂറും പ്ലസ് സർട്ടൻ മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് 40 നിന്ന് 30 റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് അത് കുറയുന്നു. വേരിയിങ് ആണ് ഇതിന്റെ ആംഗുലാർ വെലോസിറ്റി എന്നിരിക്കുക. ഈ ആംഗുലാർ വെലോസിറ്റീസ് വേരി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന സംഭവം എന്താണ്? there will be angular accelerations അല്ലെ, ഉണ്ടാവില്ല? കാരണം വെലോസിറ്റി with respect to time leads to acceleration. So definitely ഈ ഒമേഗ AO വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അടുത്ത കോമ്പണന്റ്, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അത് റെപ്രസെന്റ് ആൽഫ എന്ന് പറഞ്ഞ സിംബൽ കൊണ്ടാണ്. ആൽഫ, വി റെപ്രസെന്റ് ആംഗുലാർ ആക്സിലറേഷൻ യൂസിങ് ആൽഫ. സോ ഈ ലിങ്കിന് if it is not having a constant angular velocity, definitely a development of angular acceleration will occur. So ഇങ്ങനെ ആംഗുലാർ ആക്സിലറേഷൻസ് ഒക്കർ ചെയ്യുന്ന സാധനം, അതായത് അങ്ങനെ ഒരു ലിങ്ക്, വേരിയിങ് ആംഗുലാർ വെലോസിറ്റീസ് ലീനിയർ വെലോസിറ്റീസ് ഉള്ള ഒരു ലിങ്ക് ഉണ്ട്, ഡെഫിനറ്റ്ലി
For every point on this particular link, there will be generation of accelerations also. ഇല്ലേ? ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. For the time being, let us concentrate only on the point A. A എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം നമുക്ക് നോക്കാം. Already A is having a linear velocity VAO. Now, since its angular velocity is keeping on changing, this develops acceleration also. അല്ലേ? ഈ ആക്സിലറേഷൻ ഓഫ് എന നമുക്ക് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എ, ഇവിടെ എഴുതുന്ന കാണുന്നില്ലേ? എ എ ഒ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സ്മോൾ ലെറ്റർ എ, സഫിക്സ് എ ഒ, ആക്സിലറേഷൻ ഓഫ് എ അബൌട്ട് ഒ. വി ആർ ഫോർ ദ ടൈം ബീങ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഓൺലി ദ പോയിന്റ് എ. ആക്സിലറേഷൻ ഉണ്ട്. ഇനി ആക്സിലറേഷൻ, അതായത് what does AO represent? The total acceleration of the point A about O. E acceleration always, in the case of mechanisms or links having motions relative to one another, this is always equal to the sum of two components. രണ്ട് കോമ്പണൻസിന്റെ സം ആണ് എപ്പോഴും എന്ത്? ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് എ ലിങ്ക് അല്ലെങ്കിൽ ഓഫ് എ പോയിന്റ് ഓൺ എ ലിങ്ക്. അത് എന്തിൻ്റെയൊക്കെയാന്ന് പറഞ്ഞാൽ സം ഓഫ് എ ആർ AO, AR AO plus AT AO. Now, what is AR TO? AR AO. AR AO എന്ന് പറഞ്ഞാൽ റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ. What is ARAO? Radial component of acceleration. What is ATAO? This is tangential component of acceleration. Tangential component of acceleration. മനസ്സിലാവുന്നുണ്ടോ? That means the total acceleration of any point on this rotating link is equal to the sum of its radial component and its tangential component. What is this radial component? ഈ radial componentനെ നമ്മൾ മറ്റൊരു പേരിലും വിളിക്കും. Radial or centripetal component എന്നും വിളിക്കും. Centripetal component. Either it can be called as radial component or centripetal component. എന്തൊക്കെയാണ് ഈ റേഡിയൽ കോമ്പണന്റ്, സെൻട്രിപിറ്റൽ കോമ്പണന്റ് എന്നുള്ളത് നോക്കാം. ഈ റേഡിയൽ കോമ്പണന്റ് ആക്സിലറേഷൻ, ഈ രണ്ട് കോമ്പണന്റിലെ റേഡിയൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ റേഡിയൽ കോമ്പണന്റ് എറൈസ് ആകുന്നതെന്ന് പറഞ്ഞാൽ വെനെവർ ഈ റൊട്ടേറ്റിംഗ് സാധനം, ഈ റൊട്ടേറ്റിംഗ് ലിങ്കിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, റൊട്ടേറ്റിംഗ് ലിങ്കിന് ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും. Whenever the direction of that particular angular velocity keeps on changing, അവിടെയാണ് റേഡിയൽ കോമ്പണന്റ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ബോഡീന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓൾവേസ് അതിന്റെ ആക്സിലറേഷന് ഒരു റേഡിയൽ കോമ്പണന്റ്, സെൻട്രിപിറ്റൽ കോമ്പണന്റ് ഉണ്ടാവും. രണ്ടാമത്, ഈ ആക്സിലറേഷന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ, സോറി ഈ വെലോസിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ 10 ഇപ്പൊ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ 10 റേഡിയൻസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ 10 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ്, ഇഫ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓൾസോ കീപ്സ് ഓൺ ചേഞ്ചിങ്, മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ that particular acceleration, the developed acceleration will also have tangential component. മനസ്സിലാവുന്നുണ്ടോ? So radial component of acceleration എന്ന് പറഞ്ഞാൽ divided into two components എന്നാ പറയുന്നത്. ഈ രണ്ട് കോമ്പണന്റിന്റെ സമ്മും കൂടിയാണ് ടോട്ടൽ ആക്സിലറേഷൻ. എന്താണ് ഈ രണ്ട് കോമ്പണന്റ്സ്? ഒരു മൂവിംഗ് ബോഡി അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുന്ന എലമെന്റിൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മോഷൻ അല്ലെങ്കിൽ വെലോസിറ്റി, അവിടെ മൂവ് ചെയ്യുന്ന ബോഡിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ that leads to the development of radial or centripetal component. Now if the magnitude of that particular velocity keeps on changing, that leads to the development of tangential component. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Okay, so tell me,
ഇഫ് ദിസ് ഈസ് ദ ക്രാങ്ക്, ഇത് ക്രാങ്ക് ആണ് അല്ലെ, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഈ ക്രാങ്കിൽ ഏത് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക? റേഡിയൽ ഓർ ടാൻജൻഷ്യൽ? ടെൽ മീ. ഈ എഴുതിയത് കണ്ടിനാ? റേഡിയൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ വെൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. ടാൻജൻഷ്യൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ വെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. So tell me, if this is the crank of the mechanism, what component of acceleration will it possess? Radial or tangential? Radial. Radial component. Radial. Diljit vara, Diljit unda. Diljit vara answer vara. What component of acceleration will this link AO possess? AO ന്റെ മേലെ ഏത് കോമ്പണന്റ് ഉണ്ടാവും? ദിൽജിത്ത് പറ. ഈ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അല്ലാണ്ട് ദിൽജിത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല. റെനീഷ് പറ, എ ഒ എന്ന് പറഞ്ഞ ലിങ്കിൽ ഏത് കോമ്പണന്റ് ആണ് ഉണ്ടാവുക? വാട്ട് കോമ്പണന്റ്, വിച്ച് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ? യദുൽ ഹാരിഷ് പറ. ഓക്കെ, എന്നാ മെസ്സേജ് അയച്ചോ. യദുൽ ഹാരിഷ് മെസ്സേജ് അയക്ക്. വിച്ച് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ, ഏത് കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആണ് ലിങ്ക് എ ഒയിൽ ഉണ്ടാവുക? ഒന്ന് ലോജിക് ഉപയോഗിച്ചിട്ട് പറ. എടോ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിൽ ആക്സിലറേഷൻ ഉണ്ടാവോ? ആരെങ്കിലും ആൻസർ പറഞ്ഞ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവോ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലേ? ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. ഒരു ബോഡിയിൽ ആക്സിലറേഷൻ എപ്പോഴാണ്? ഒരു ബോഡിയിൽ ആക്സിലറേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? velocity change. With respect to time, when velocity changes, that body acquires acceleration. ആണല്ലോ. സോ ഡെഫിനറ്റ്ലി ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിൽ ഞാൻ എന്താണ് ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ബട്ട് ആ ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ആക്സിലറേഷൻ ഉണ്ടാവണല്ലോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് രണ്ട് കോമ്പണന്റ് ഉണ്ട് ഞാൻ പറഞ്ഞു. സെൻട്രിപിറ്റൽ അല്ലെങ്കിൽ റേഡിയൽ കോമ്പണന്റ്, ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കോമ്പണന്റ്. ഈ രണ്ട് കോമ്പണന്റ് സമ്മായിരിക്കും ഒരു ബോഡിന്റെ ടോട്ടൽ ആക്സിലറേഷൻ. സോ ഈ ലിങ്ക് വിച്ച് ഈസ് ടോട്ടലി കംപ്ലീറ്റ്ലി റൊട്ടേറ്റിംഗ്, ഈ ലിങ്കിൽ ബേസിക്കലി സംഭവിക്കുന്ന എന്താ കാര്യം? ഈ ഒരു പൊസിഷനിലാണ് വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷനിൽ അല്ലെ, പെർപെൻഡിക്കുലർ. സപ്പോസ് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാന്ന് വിചാരിക്കാം, ഈ ലിങ്കിന്റെ ഓറിയന്റേഷൻ കുറച്ച് ഇങ്ങോട്ടാന്ന് വിചാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് ഇങ്ങനെയാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞ് ടേൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരൂലേ? ഈ സമയത്ത് ഇതിന്റെ വെലോസിറ്റി വെക്ടർ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇതേ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക? അല്ല. ഇപ്പൊ ഏതാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഉണ്ടാവുക? ദാറ്റ് മീൻസ് ഓരോ ഇൻസ്റ്റന്റിനും വെലോസിറ്റി വെക്ടർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷന്റെ എന്ത് കോമ്പണന്റ് ഉണ്ടാവുക? റേഡിയൽ കോമ്പണന്റ്. In a mechanism, if there is a rotating element, always ആ റൊട്ടേറ്റിംഗ് എലമെന്റിൽ എന്തുണ്ടാവും? റേഡിയൽ കോമ്പണന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്, സിൻസ് ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഞാനൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എക്സാമ്പിൾ മാത്രം, കൺസെപ്റ്റ് കൺവേ ചെയ്യാൻ.
സിൻസ് ഇവിടെ ഒരു ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാകുന്നത്, ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ആംഗുലാർ വെലോസിറ്റി എന്തും കൂടി മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി എന്തും ഉണ്ടാവും, ടാൻജൻഷ്യൽ കോമ്പൗണ്ട്. ഉണ്ടാകുന്നുണ്ടോ? Now suppose ഈ മെക്കാനിസത്തിൽ if in the question there is a statement given, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിചാരിക്കുക, the crank AO is rotating at 10 radians per second constantly, is rotating at a constant angular velocity 10 radians per second. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് 10 radians per second ഫിക്സഡ് ആണ്. കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി 10 radians per second എന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay, because if the value of velocity is constant at every instant the value will be same അല്ലെ. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയ ഫോട്ടോ എടുത്താലും 10 radians per second ആയിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലും ഇത് കറങ്ങുന്നത് 10 radians per second ആയിരിക്കും. That means there 10 എന്ന magnitude is never changing, it is remaining as a constant. So if the magnitude remains as a constant, there won't be the development of tangential component. Understood? Yes, sir. Yes, sir. So ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്, for a mechanism, let the mechanism be a 4-bar mechanism or a slider crank mechanism. രണ്ട് മെക്കാനിസം ആയാലും definitely if you are analyzing the acceleration of every links, റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ എന്തായാലും പ്രസന്റ് ആയിരിക്കും. ഒരു 4-bar മെക്കാനിസത്തിൽ എല്ലാ ഫിക്സഡ് ലിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ലിങ്കിലും റേഡിയൽ കോമ്പണന്റ് ഡെഫിനറ്റ്ലി പ്രസന്റ് ആയിരിക്കും. കാരണം എന്താ, റേഡിയൽ കോമ്പണന്റ് is developed only due to the virtue of change in direction ആണ്, വെലോസിറ്റിന്റെ ഡയറക്ഷൻ. സോ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ വെലോസിറ്റി ഡയറക്ഷൻ എന്തായാലും ഒരു മെക്കാനിസത്തിൽ മാറും. സോ ഡെഫിനറ്റ്ലി റേഡിയൽ കോമ്പണന്റ് ഓൾവേസ് ഉണ്ടാവും. ബട്ട് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിന്റെ റീസൺ എന്താ, ഇഫ് എനി മെമ്പർ ഓഫ് ദ മെക്കാനിസം ഈസ് പൊസസിങ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, ക്വസ്റ്റ്യനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ that particular element won't be having any tangential component of acceleration. കാരണം എന്താ, tangential component develops only by the virtue of what, change in magnitude of velocity. മനസ്സിലാവുന്നുണ്ടോ? ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടെങ്കിൽ imagine in place of this 4-bar mechanism I am having a slider crank mechanism. In a slider crank mechanism, സ്ലൈഡർ എന്ന് പറഞ്ഞ സാധനം എടുത്ത് നോക്ക്, സ്ലൈഡറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് വെലോസിറ്റിന്റെ? ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാ, സ്ലൈഡറിന്റെ വെലോസിറ്റി, സ്ലൈഡർ ആണ്, സ്ലൈഡ് ചെയ്യുന്ന സാധനത്തിന്റെ വെലോസിറ്റിന്റെ വെക്ടർ ഓൾവേസ് എന്തായിരിക്കും, പാരലൽ ടു ദ മോഷൻ ഓഫ് ദ സ്ലൈഡർ അല്ലേ. സ്ലൈഡർ മൂവ് ചെയ്യുന്ന പാത്തിന് പാരലൽ ആയിട്ട് ആയിരിക്കൂല്ലേ എപ്പോഴും ഉണ്ടാവുക അല്ലെ. ഇപ്പൊ ഈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റന്റിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസ്റ്റന്റിൽ ഇങ്ങനെ, അടുത്ത ഇൻസ്റ്റന്റിൽ ഇങ്ങനെ, അടുത്ത ഇൻസ്റ്റന്റിൽ ഇങ്ങനെ ചേഞ്ച് ആവൂലല്ലോ. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ച് ആകുന്നില്ലല്ലോ. ഒരു തവണ അങ്ങോട്ടും വന്നുള്ളതല്ല നോക്കണ്ട. The direction of velocity in place of a slider, in case of a slider, always remains എന്താ പറയാ, പാരലൽ ടു ദ സ്ലൈഡിംഗ് സർഫസ് ആണ് അല്ലെ. സോ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ഒരു സ്ലൈഡർ ആ കോമ്പണന്റ് കേസിൽ അവിടെ ഒരിക്കലും റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓൾവേസ് there will be only tangential component. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് കൺസെപ്റ്റും വളരെ അധികം ക്ലിയർ ആയിട്ട് മനസ്സിൽ വെക്കണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ. നൗ ഇത്രയും മനസ്സിലായാൽ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്സിലറേഷന്റെ ഡയറക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നത് മനസ്സിലാക്കണം. ആക്സിലറേഷൻ ആയാലും വെലോസിറ്റി ആയാലും രണ്ടും വെക്ടോറിയൽ എൻറ്റൈറ്റീസ് ആണ് അല്ലെ, വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് വിൽ ഓൾവേസ് പൊസസ് വാട്ട്, ഡയറക്ഷൻ ആസ് വെൽ ആസ് മാഗ്നിറ്റ്യൂഡ് ആണ്. സോ നൗ സെയിം മെക്കാനിസം ഞാൻ ഒന്നും കൂടി വരക്കുന്നു. ഓക്കെ, now ഇതിന് ഉള്ള ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ ഒക്കെ ഈ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ ഞാൻ ആക്സിലറേഷനെ പറ്റി മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, വേറെ ഒന്നിനെ പറ്റിയല്ല. ഈ റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ പ്ലസ് ടാൻജൻഷ്യൽ ആണല്ലോ.
ഓൾവേസ് ഒരു കോമ്പണന്റ് അത് ഈ മെക്കാനിസത്തിലെ ഏത് ലിങ്കും ആയിക്കോട്ടെ, ഈ ലിങ്ക് ആവാ, ഈ ലിങ്ക് ആവാ, ഈ ലിങ്ക് ആവാ, ഏതോ ആവാം, അപ്പാർട്ട് ഫ്രോം ദ ഫിക്സഡ് ലിങ്ക്. മറ്റേത് ലിങ്കിലും റേഡിയൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഇത് ഇങ്ങോട്ടാണ് തിരിയുന്നെങ്കിൽ ഈ പോയിന്റ് എന്റെ വെലോസിറ്റി വെക്ടർ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയല്ലേ ഉണ്ടാവുക, അല്ലെ? അല്ലെ? ഈ ലിങ്കിന്റെ ഓറിയന്റേഷൻ പെർപെൻഡിക്കുലർ. സോ വെലോസിറ്റി വെക്ടർ ആണ്. വെലോസിറ്റി വെക്ടർ വിട്, ഞാൻ വെലോസിറ്റിയെ പറ്റി ആക്സിലറേഷനെ പറ്റി സംസാരിക്കുക. ദ ആക്സിലറേഷൻ കോമ്പണൻസിൽ റേഡിയൽ കോമ്പണന്റ് എപ്പോഴും ഉണ്ടാകുന്നത് ഫോർ എവറി ലിങ്ക്, ഫോർ എനി ലിങ്ക് ദ റേഡിയൽ കോമ്പണന്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ മറ്റൊരു അർത്ഥം എന്താ? പാരലൽ ടു ദ ലിങ്ക് അല്ലേ? അത് ഏത് രീതിയിലും നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കല് റേഡിയൽ കോമ്പണന്റിന്റെ ലൈന് വരക്കുമ്പോൾ, ആക്സിലറേഷന്റെ റേഡിയൽ കോമ്പണന്റ് ലൈൻ വരക്കുമ്പോൾ അത് ഒന്നിക്കല് വെലോസിറ്റി ഡയഗ്രത്തിന് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ ആ പർട്ടിക്കുലർ ലിങ്കിന് പാരലൽ ആയിട്ടും വരക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ ദ വെലോസിറ്റി വെക്ടർ, the acceleration component, the radial component of acceleration of point A about O എന്ന് പറഞ്ഞാൽ the direction of the radial component of acceleration will be parallel to the link. ഈ parallel to the link എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ഈ ലിങ്കിന് പാരലൽ ആയിട്ട് പോകും. പക്ഷെ ഞാൻ അതിന്റെ ഡയറക്ഷൻ, ഇപ്പൊ വെലോസിറ്റി വെക്ടർ ഓഫ് എ, ഇതിന്റെ ലീനിയർ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് എയറോ ഹെഡ് ഇങ്ങോട്ട് ഇട്ടത്, കാരണം ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങോട്ടാണ് ഇട്ടത്, അല്ലെ? ഈ റേഡിയൽ കോമ്പണന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഈ എറോ ഹെഡ് കാണുന്നുണ്ടോ? ഇവിടുന്ന് താഴേക്ക്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റലാണ് ആക്സിലറേഷൻ എപ്പോഴും, അല്ലെ? സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് സെൻട്രിപിറ്റൽ? വാട്ട് ആർ സെൻട്രിപിറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ? ഈ രണ്ട് ടേം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പഠിച്ചിട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് പഠിച്ചിട്ട്, അല്ലെ? ഈ രണ്ട് സാധനം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? അത് ടുവാർഡ്സ് ദ സെന്റർ ആണ് ഫോഴ്സ് എങ്കിൽ, റൊട്ടേറ്റിംഗ് ബോഡിയിലുള്ള ഉണ്ടാകുന്ന ആക്സലറേഷൻ എങ്കിൽ അത് സെൻട്രിപീറ്റലും, പിന്നെ അവേ ഫ്രം വെരി ഗുഡ്. ഇപ്പൊ ഫോഴ്സിന്റെ പറഞ്ഞുകൊണ്ട് നമുക്ക് സെൻട്രിപിറ്റൽ ആക്ച്വൽ സാധനമാണ്. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്. നമ്മളൊരു നൂലിന്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് അത് ഇങ്ങനെ കറക്കുന്നത് വിചാരിക്കാം. ഇതിനെ ബാലൻസിൽ കീപ്പ് ചെയ്യുന്ന സാധനം സെൻട്രിപിറ്റൽ ആണ്. സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കല്ലിനെ നൂലിലൂടെ ഫോഴ്സ് ഉള്ളിലേക്ക്, ഇതിന്റെ പാത്ത് ഓഫ് റൊട്ടേഷൻ ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അവിടെ അതിനെ ബാലൻസ് ചെയ്യാൻ എന്തുണ്ടാവും? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. സോ സെൻട്രിപിറ്റൽ കോമ്പണന്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എയിൽ നിന്ന് ഉള്ളിലേക്ക് എറോ ഹെഡ് ഇടും. ക്ലിയർ? ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വാട്ട്? റേഡിയൽ കോമ്പണന്റ്. ഈ ഇട്ട ഡയറക്ഷൻ ആണ് ARAO, ഈ ഡയറക്ഷൻ. ഓക്കെ, വാട്ട് വിൽ ബി ദ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഡയറക്ഷൻ? ടാൻജൻഷ്യൽ കോമ്പണന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ കോമ്പണന്റ് എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓൾവേസ് എന്തുണ്ടാവുക? ടാൻജൻഷ്യൽ കോമ്പണന്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ റേഡിയൽ കോമ്പണന്റിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജൻഷ്യൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ കോമ്പണന്റ് എങ്ങനെയായിരിക്കും? ഇതേ വെലോസിറ്റി വെക്ടറിന് പാരലൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ലൈൻ സെഗ്മെന്റ് തന്നെയാണ് ടാൻജൻഷ്യൽ കോമ്പണന്റ് ATAO. ക്ലിയർ ആവുന്നുണ്ടോ? സോ ടാൻജൻഷ്യൽ കോമ്പണന്റ് റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ നമ്മൾ കണക്ഷൻ എന്താ? ദേ ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? Fine. We'll do one thing. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ്. കൺസെപ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നന്നായി മനസ്സിലാക്കുക. ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോബ്ലം എനിക്കുന്ന ഒരു പീരീഡും കൂടി ഉണ്ട്. ആ പീരീഡിൽ വിൽ ഡയറക്ട്ലി ഡു ദ അപ്ലിക്കേഷൻ. എന്നിട്ട് എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. 9:40 വരെ അല്ലേ സമയം നിങ്ങൾക്ക്? 9:50 വരെയാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ റേഡിയൽ കോമ്പണന്റ് ആൻഡ് ടാൻജൻഷ്യൽ കോമ്പണന്റ് രണ്ടും നോക്കിയാൽ എന്താണ് അതിൽ വരുന്ന കൺസെപ്റ്റ് എന്താണ്? ദേ ബോത്ത് ആർ വെക്ടേഴ്സ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇത് വരക്കാൻ നമുക്ക് എന്തെങ്കിലും ബേസ് വേണം. ആക്സിലറേഷൻ ഡയഗ്രാംസ് വരക്കാനുള്ള ബേസ് ആണ് നമ്മളുടെ വെലോസിറ്റി ഡയഗ്രാംസ്. വെലോസിറ്റി ഡയഗ്രാംസ് ഫോർ എ 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ ഫോർ എ സ്ലൈഡർ കാം മെക്കാനിസം എങ്ങനെയാണ് വരക്കുക എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു.
സോ വെലോസിറ്റി ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ വെലോസിറ്റി ഡയഗ്രാം നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ഷുഡ് ക്രിയേറ്റ് ദി ആക്സിലറേഷൻ കോമ്പണൻസ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ആക്സിലറേഷന്റെ കേസിൽ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സി, ഇപ്പം വെലോസിറ്റി എഒ, ഈ വെലോസിറ്റി എഒനെ നമ്മൾ എങ്ങനെയാണ് വി എ ഒ ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതല്? ഒമേഗ എഒ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക് എഒ എന്നല്ല എഴുതുന്നത്, അല്ലേ? Yes, sir. വെലോസിറ്റി എന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വി മൾട്ടിപ്ലൈ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് വിത്ത് ദ ലെങ്ത് ഓഫ് ദ പെർട്ടിക്കുലർ ലിങ്ക്, അല്ലേ? Now let us try to find out how we calculate the values of radial and tangential component of accelerations. Radial component എന്ന് പറഞ്ഞാൽ ഇപ്പം ARAO. The value of ARAO is equal to omega AO square, okay, multiplied by length of the link AO. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഒമേഗ എ ഇൻറ്റു ഇഒ. ബട്ട് അതേസമയം റേഡിയൽ കോമ്പണന്റ് ഓഫ് ആ പർട്ടിക്കുലർ ലിങ്കിൽ ആ പോയിന്റിന്റെ റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒമേഗ എഒ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ എഒ. ഇതിന് നമുക്ക് വേറെ രീതിയിലും കൂടി മാറ്റി എഴുതാം. ഒമേഗ എഒ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വാട്ട് ഈസ് ഒമേഗ എഒ? VAO എഒ ബൈ എഒ അല്ലേ? ഇതിന്റെ സ്ക്വയർ അല്ലേ ഇത്? മൾട്ടിപ്ലൈഡ് ബൈ എഒ. എഒ ഒരു എഒ, ഇവിടെ 2 എഒ ഉണ്ട്, എഒ സ്ക്വയർ ഉണ്ട്, അവിടെ എഒ ഉണ്ട്, ക്യാൻസൽ ആവൂലേ? അല്ലേ? Yes, sir. മനസ്സിലാവില്ലേ? സോ ഫൈനലി അൾട്ടിമേറ്റ്ലി ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാനൊക്കെ? ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു വാട്ട്? വി സ്ക്വയർ എഒ ഡിവൈഡഡ് ബൈ എഒ. മനസ്സിലാവുന്നുണ്ടോ? This is Yes, sir. AO. The value of radial component of acceleration. The value of radial component of acceleration. So, ഒരു ബോഡിന്റെ in a moving link, if you want to find out the radial component of acceleration of any of the point on that particular link, നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത്? ഈ വാല്യൂസ് ഉണ്ടാവണം. You should know the length of that particular link and the value of linear velocity of that particular point about its rotating point, VAO. VAO എന്നുള്ള വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടുക? വെലോസിറ്റി ഡയഗ്രത്തിൽ, അല്ലേ? Yes, sir. Yes, sir. Okay, ഇത് ഈ ലിങ്കിന്റെ മാത്രം. Suppose I want to find out the radial component of acceleration of BA. ARBA കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ARBA കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ബി സ്ക്വയർ ബി എ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക് ബി എ, അല്ലേ? Yes, sir. ബി സ്ക്വയർ ബി എ എവിടെ കിട്ടും? ഇതിന്റെ വെലോസിറ്റി ഡയഗ്രത്തിൽ ഓൾറെഡി ഉണ്ടാവും ആ വെക്ടർ. യു ഷുഡ് മെഷർ ദാറ്റ് വെക്ടർ, മൾട്ടിപ്ലൈ യൂസിംഗ് ദ സ്കെയിൽ, യു വിൽ ഒബ്റ്റെയിൻ ദ magnitude or the value of E square BA, അല്ലേ? Yes, sir. So this is the equation for finding out what? The radial component of acceleration. Now, radial component പോലെ തന്നെ tangential component എങ്ങനെ കണ്ടുപിടിക്കും? Tangential component ATAO. If you want to find out the tangential component, that can be equated as this particular equation: alpha AO multiplied by length of the link AO. What was alpha AO? Alpha AO എന്ന് പറഞ്ഞാൽ എന്താ? What is this value? Angular acceleration. Angular acceleration of link AO. multiplied with length of the link. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഈ രണ്ട് ഇക്വേഷനും very very significant ആണ്, because for the calculation of required values in a numerical, നിങ്ങളോട് ചിലപ്പോൾ ഒരു ലിങ്കിന്റെ പെർട്ടിക്കുലർ ആംഗുലാർ ആക്സിലറേഷൻ, ഇപ്പൊ ആംഗുലാർ വെലോസിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. Similarly, you might be asked to find out the angular accelerations of particular links. അങ്ങനെ ഒരു ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ആൽഫ AO can be equated to tangential component of acceleration divided by length of the link, അല്ലേ? Tangential component of acceleration നമുക്ക് എവിടെ നിന്ന് കിട്ടും? ആക്സിലറേഷൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? Yes, sir. Okay, fine. Yes, sir. So
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതെന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ, Yes, ഈ sir. ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. 2 കോമ്പണന്റ് എന്താന്നുള്ള എഴുതി വെക്ക്. ഈ 2 കോമ്പണന്റും ഡയഗ്രമായിട്ട് വെക്ടോറിയൽ ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻസ് എങ്ങനെ വരുന്നത് എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വീൽ ഡു എ ന്യൂമറിക്കൽ ഇൻ ദ നെക്സ്റ്റ് അവർ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ് സർ. നിങ്ങൾ നോട്ട് ചെയ്തു. ഞാൻ റെക്കോർഡിംഗ് ഓക്കെ ഓഫ് ആക്കാം. ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. നിങ്ങൾ